ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രജിത് കുമാർ. സമൂഹത്തിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാഴ്ച കണ്ടതുകൊണ്ടും ഒരു ന്യൂസ് കേട്ടതുകൊണ്ടും അതിനൊരു വാക്കെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഞാനൊരു നല്ല ദേശസ്നേഹി, രാജ്യസ്നേഹി ആവില്ലല്ലോ എന്നോർത്തിട്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുന്നു. കാരണം എനിക്ക് ഖുറാനിൽ പറഞ്ഞൊരു ആയത്തറിയാം, പ്രവാചകൻ പഠിപ്പിച്ച വചനമറിയാം. നീ സമൂഹത്തിലൊരു അധർമ്മം കാണുകയാണെങ്കിൽ കൈകൊണ്ട് തടയണം, അതിന് കഴിഞ്ഞില്ലെങ്കിൽ നീ നാക്കുകൊണ്ട് തടയണം, അതിനും കഴിഞ്ഞില്ലെങ്കിൽ നീ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം, ഇല്ലെങ്കിൽ നിന്നിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്ന്. ഞാൻ നല്ല വിശ്വാസിയാണ്, ഉറച്ച ദൈവവിശ്വാസിയാണ്. ഇതാരെയും മോശക്കാരനോ അല്ലെങ്കിൽ മോശക്കാരിയോ ആക്കുന്നതിന് വേണ്ടിയല്ല. പക്ഷെ ഞാൻ ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രിമാർ നമുക്കൊരുപാട് കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായും സത്യസന്ധമായും തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആദരണീയനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിക്ക്, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയും പരാമർശിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക, അവരുടെ പേര് പറയാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല, കഴിഞ്ഞ ദിവസം ഡൽഹി സംഭവവുമായി അനുബന്ധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അമ്മയെ വ്യക്തിഹത്യ ചെയ്യുകയും വളരെ മോശമായി വാക്കുകൾ ഉപയോഗിച്ച്, എന്താ അതിനെ പറയുക എന്നെനിക്കറിയില്ല, 100%, 200% അധർമ്മവും അക്ഷന്തവ്യമായ ആ തെറ്റ് അത് ചെയ്തതൊട്ടും ശരിയായില്ല. ഏത് രീതിയിൽ ദൈവം അതിന് മാപ്പ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കാലം ഒരിക്കലും അതിന് മാപ്പ് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും കലികാലത്തിൻ്റെ പ്രഭാവങ്ങളാണ്. ഒരമ്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിച്ച ഒരു മകൻ എന്നുള്ള നിലയിൽ ഏതൊരമ്മമാർക്കൊരു വേദനയുണ്ടായാലും റിയാക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന ആ ലോകോത്തര വനിത, ഏറ്റവും നല്ല മകനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ആ അമ്മയുടെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തക ചെയ്ത ആ അപരാധത്തിന് ഞാനും കൂടി മാപ്പ് ചോദിക്കുന്നു. ദൈവം അവർക്ക് ആ തെറ്റിന് പുറത്തു കൊടുക്കട്ടെ. ഇനി ഇതുപോലെയുള്ള പരാമർശങ്ങൾ ദയവീത് ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ ഒരു രാഷ്ട്രീയത്തിലോ ഒരു മതത്തിൻ്റെയോ ആളല്ല. ഞാൻ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എല്ലാ പ്രധാനമന്ത്രിമാരെയും എനിക്കിഷ്ടമായിരുന്നു, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഇഷ്ടം ആരോടെന്ന് ചോദിച്ചാൽ രാജ്യത്തിനെ ഓരോ ദിവസം കഴിയുന്തോറും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്ന, സ്വന്തമായി ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഈ അവസരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതിനെന്നെ നിങ്ങൾ സംഖ്യയാക്കിയാലും ചാണകമാക്കിയാലും അതല്ല വേറെ ഏത് തന്നെ ആക്കിയാലും എനിക്ക് ഒരു വിരോധവുമില്ല. ആർക്കെന്ത് തെറി വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ദേശദ്രോഹ കുറ്റം അതൊരു വലിയ കുറ്റമാണ്. പെറ്റമ്മയെ അതുപോലെ തന്നെ പിറന്ന രാജ്യവും അത് സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.